everyone, welcome back to our channel A Pinch of Love by Lakshmi. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു, എല്ലാവരും സേഫ് ആയിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒന്നാണ് അലോവേര അല്ലെങ്കിൽ അലോവേരയുടെ ജെല്ല് നമ്മുടെ സ്കിന്നിനായാലും നമ്മുടെ മുടിക്കായാലും നമ്മുടെ ബോഡിക്കായാലും ഒക്കെ എത്ര ബെനഫിറ്റ്സ് തരുന്ന ഒന്നാണ് എന്നുള്ളത് കേട്ടോ. തൗസൻഡ് ഇയേഴ്സ് ബിഫോർ ഉള്ള ആൾക്കാരെ തന്നെ അവരുടെ സൺ ടാൻ മാറാനും അതുപോലെ തന്നെ എന്തെങ്കിലും മുറിവൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറാനും അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ കൂടെയും അവർ ഈ അലോവേര ജെല്ല് യൂസ് ചെയ്യാറുണ്ട്. ഇതിന് ഏകദേശം 450 സ്പീഷീസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഈ ഒരു ചെടി കൂടുതലായിട്ടും മരുഭൂമി, അതായത് വെള്ളം അധികം കിട്ടാത്ത സ്ഥലത്താണ് കണ്ടുവരുന്നത്. കാരണം ഈ ചെടിക്ക് അത്ര വലിയ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇത്രയും ബെനഫിറ്റ്സ് തരുന്ന ഈ അലോവേര ജെല്ല് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഹെയർ പാക്കാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മുടെ മുടി വളരാനും അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന ഇച്ചിനെസ് അല്ലെങ്കിൽ ഗ്രീസി ആയിട്ടുള്ള സ്കാൽപ്പ് എല്ലാം മാറാനൊക്കെ വളരെയധികം സഹായിക്കുന്ന ഒന്നാട്ടോ അലോവേര ജെൽ എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് ഒന്നും ആഡ് ചെയ്യണമെങ്കിലും വെറുതെ നമ്മുടെ അലോവേര ജെല്ല് നമ്മുടെ ഹെയറിലും വെറുതെ റോ ആയിട്ടുള്ളത് ഹെയറിലും നമ്മുടെ മുഖത്തൊക്കെ പുരട്ടുന്നതൊക്കെ സ്കിന്നിനായാലും ഹെയറിനായാലും ഒക്കെ വളരെ നല്ലതാണ്. അതിന് കൂടെ കുറച്ച് നല്ല ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ ബെനിഫിറ്റ്സ് കൂടുതലാട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് അലോവേര ജെൽ വെച്ചിട്ടുള്ള നല്ലൊരു ഹെയർ പാക്കാണ്. നമ്മുടെ മുടി വളരാനും മുടി കൊഴിച്ചിൽ മാറാനും അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പ് ക്ലീൻ ആയിട്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്താൽ ഇനി ഞാൻ ചെയ്യുന്ന വീഡിയോസിൽ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുന്നതാണ്. കൂടാതെ നമ്മൾ ഇൻസ്റ്റഗ്രാമിലും ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഈ ഒരു ഹെയർ പാക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാൻ എടുക്കുന്നത് 5 ടേബിൾ സ്പൂൺ അലോവേര ജെല്ലാണ്. ഇത് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള അലോവേര, വീട്ടിലുണ്ടാകുന്ന അലോവേര ജെല്ല് കഴുകിയിട്ട് മിക്സിയിൽ അടിച്ചെടുത്ത ഒരു ലിക്വിഡാണിത്. അതിലേക്ക് ഞാൻ ഒരു 3/4 ടേബിൾ സ്പൂൺ ആപ്പിൾ സിഡർ വിനീഗർ കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ അല്പം ടീ ട്രീ ഓയിൽ കൂടി ചേർക്കുന്നുണ്ട്. കാരണം ടീ ട്രീ ഓയിൽ ചേർത്ത് നമുക്ക് താരൻ്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് മാറാനൊക്കെ നല്ലതാണ്. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ആപ്പിൾ സിഡർ വിനീഗർ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഞാൻ ഈ ലിക്വിഡ് ഒരു സ്പ്രേ ബോട്ടിലോട്ട് മാറ്റിയേക്കാണ്. ഇത് കുറച്ചും കൂടി യൂസ് ചെയ്യാനായിട്ട് എളുപ്പമുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ സ്കാൽപ്പിലും മുടിയിലും എല്ലായിടത്തും നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് സ്കാൽപ്പിലാണ്. കാരണം ഇതിലുള്ള അലോവേര, ആപ്പിൾ സിഡർ വിനീഗർ അതുപോലെ തന്നെ ടീ ട്രീ ഓയിലെല്ലാം നമ്മുടെ സ്കാൽപ്പ് ക്ലീൻ ആവാനും സ്കാൽപ്പിലുണ്ടാകുന്ന ഇൻഫെക്ഷൻസ്, ഇച്ചിനെസ് എല്ലാം മാറാനും വളരെയധികം സഹായിക്കും. അലോവേര ജെല്ല് താരൻ മാറാനായിട്ടുള്ള ഏറ്റവും നല്ല റെമഡി മാത്രമല്ല, നമ്മുടെ മുടിയിഴകളിലുണ്ടാകുന്ന എക്സസ് സെബം പ്രൊഡക്ഷൻ തടയാനും ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. കൂടാതെ അലോവേര ജെല്ലിലുള്ള വൈറ്റമിൻ എ, സി ആൻഡ് ഇ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെയർ ഉണ്ടാകാൻ ഹെൽപ്പ് ചെയ്യും. കൂടാതെ വൈറ്റമിൻ B12 ആൻഡ് ഫോളിക് ആസിഡ് മുടി കൊഴിച്ചിൽ തടയുകയും ചെയ്യും. ആപ്പിൾ ഫെർമെൻറ്റ് ചെയ്തുണ്ടാക്കുന്ന ഒന്നാണ് ആപ്പിൾ സിഡർ വിനീഗർ എന്ന് പറയുന്നത്. ഇത് കുറച്ചും കൂടി അസിഡിക് സബ്സ്റ്റൻസ് ആണ്. നമ്മുടെ മുടി ഭയങ്കര ഫ്രിസി, ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം നമ്മുടെ മുടി ആൽക്കലീൻ അല്ലെങ്കിൽ pH സ്കെയിലിലെ റേറ്റ് കൂടുതലാണ് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ ഒരു ആപ്പിൾ സിഡർ വിനീഗർ ഒരു അസിഡിക് സബ്സ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ pH സ്കെയിലിലെ ലെവല് റേറ്റ് കുറയ്ക്കാനും നമ്മുടെ മുടി നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആക്കാനും വളരെയധികം സഹായിക്കും. ACV അല്ലെങ്കിൽ ആപ്പിൾ സിഡർ വിനീഗർ ഒരു ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന ബാക്ടീരിയ, ഫംഗൽ അതുപോലെ തന്നെ മൈനർ ഇച്ചിനെസ് എല്ലാം മാറാനും ഇൻഫെക്ഷൻസ് എല്ലാം മാറാനും വളരെയധികം സഹായിക്കും. കൂടാതെ ഇതിൽ വൈറ്റമിൻ C ആൻഡ് B ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കാൽപ്പ് ക്ലീൻ ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ആപ്പിൾ സിഡർ വിനീഗർ എന്ന് പറയുന്നത്. ഈ അലോവേര ജെല്ലും അതുപോലെ തന്നെ ആപ്പിൾ സിഡർ വിനീഗറും യൂസ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഈ ആപ്പിൾ സിഡർ വിനീഗറിൽ അസറ്റിക് ആസിഡ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് കോൺസെൻട്രേറ്റഡ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്കിൻ ബേൺ ഉണ്ടാവുകയും ഇറിറ്റേഷൻ ഉണ്ടാവുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യുമ്പോഴും നമ്മൾ ഭക്ഷണത്തിൽ കുടിക്കാനായാലും ഹെയറിൽ യൂസ് ചെയ്യാനായാലും യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. അല്ലാതെ കോൺസെൻട്രേറ്റഡ് നിങ്ങൾ ഉപയോഗിക്കാനേ പാടില്ല.
അലോവേരയുടെ തണ്ട് മുറിക്കുമ്പോൾ നമുക്കൊരു മഞ്ഞ കളറ് ലാറ്റക്സ് കാണാം. അതിൻ്റെ പേരാണ് അലോയിൻ എന്നുള്ളത്. ഇതൊരു ടോക്സിക് ആയിട്ടുള്ള ഒന്നല്ല, പക്ഷെ നമ്മുടെ സ്കിന്നിൽ അത് വീണ് കഴിഞ്ഞാൽ നമുക്ക് സ്കിൻ ഇറിറ്റേഷൻ, സ്കിൻ ബേൺ ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അലോവേര ജെൽ എടുക്കുമ്പോൾ ഈ ഒരു തണ്ട് വെള്ളത്തിൽ ഒരു 2-3 മിനിറ്റ് മുക്കി വെച്ചിട്ട് ഈ ഒരു മഞ്ഞ കളർ ലാറ്റക്സ് കളഞ്ഞിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഹെയർ സ്പ്രേ അല്ലെങ്കിൽ ഈ ഹെയർ പാക്ക് നമ്മുടെ സ്കാൽപ്പിലും മുടിയിലും എല്ലായിടത്തും പുരട്ടിയിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ് മസാജ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് തലയിൽ വച്ച ശേഷം നമുക്ക് കഴുകി കളയാവുന്നതാണ്. കഴുകി കളയുമ്പോൾ നോർമലായിട്ടുള്ള വാട്ടർ യൂസ് ചെയ്തിട്ട് കഴുകി കളയുക. ഇതിന് ശേഷം ഷാംപൂ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഷാംപൂ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളൊരു മൈൽഡ് ഷാംപൂ ആൻഡ് കണ്ടീഷണർ ഉപയോഗിക്കുക. ഈ വീഡിയോ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള മുടി നിങ്ങൾക്ക് ഉണ്ടാവുന്നതാട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ്സ് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.